നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. വേനലവധിയാണ്. കുട്ടികളും വേനൽക്കാല രോഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പമുള്ളത് പത്തനംതിട്ട കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ എസ് ഗീതയാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഡോക്ടർ, വേനലവധി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും അച്ഛനമ്മമാർക്കൊരു വലിയ ടാസ്ക്കാണ്. കാരണം കുട്ടികൾ ഈ ഒരു ചൂടത്ത് പുറത്തേക്ക് അവരെ അടക്കിയിരുത്താൻ പറ്റില്ല, അവർ പുറത്തു പോകും. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ആരോഗ്യം ഏത് വിധത്തിൽ സംരക്ഷിക്കാം, ആ ഒരു ആരോഗ്യത്തിന് നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാം, ഇങ്ങനെ പല പല സംശയങ്ങളിലൂടെ ആയിരിക്കും അച്ഛനമ്മമാരും മുതിർന്നവരും ഒക്കെ കടന്നു പോകുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് വേനൽക്കാലത്ത് പൊതുവെ വരാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹലോ ഡോക്ടർ തുടങ്ങാം. എന്തൊക്കെയായിരിക്കും ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ? സാധാരണ ഇപ്പോൾ വേനലവധിയാണ്. ഇപ്പോൾ ചൂട് ഇപ്പോൾ മുൻ വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്, നമുക്ക് തന്നെ അറിയാം. അപ്പോൾ കുട്ടികൾ നമുക്കറിയാം അവർ എത്ര നാൾ വീട്ടിൻ്റെ അകത്തിരിക്കും. അപ്പോൾ അവരുടെ ഒരു നാച്ചുറലി അവർക്ക് പുറത്ത് കളിക്കാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നത് ഈ അധികം ടെമ്പറേച്ചറുള്ള സമയം, അതായത് ഒരു 10-11 മണി മുതൽ ഒരു 3 മണി വരെയുള്ള സമയങ്ങളിൽ കുട്ടികൾ അമിതമായി ഈ സൂര്യാഘാതം ഏൽക്കുന്ന തരങ്ങളിൽ, അതായത് തുറസായ സ്ഥലങ്ങളിൽ തണലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കളിക്കുന്നത് നമ്മൾ വിലക്കണം. അത് മുൻകൂട്ടി പറയുകയും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ അടുത്താണെങ്കിൽ ഇപ്പോൾ മുതിർന്നവർ അതൊന്ന് നോക്കുകയും ചെയ്യണം. അപ്പോൾ തണലത്ത് കളിക്കുന്നതായിരിക്കും അത് ഒരു സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മുൻകരുതലെടുക്കാം. അതുപോലെ എനിക്ക് തോന്നുന്നു അയഞ്ഞ കോട്ടൺ ക്ലോത്ത്സ്, അതായത് പരുത്തി തുണികൾ, ഇളം നിറങ്ങളായിരിക്കും അവർക്ക് നല്ലത് ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളം കൂടുതൽ കുടിക്കണം. അതായത് ഇപ്പോൾ കുട്ടികൾ 1 മണിക്കൂറൊക്കെ കളിക്കുകയാണെങ്കിൽ ഇപ്പോൾ കളിച്ചതിന് ശേഷം വെള്ളം കുടിച്ചാൽ പോരാ, കുപ്പിയിൽ വെള്ളം നമ്മൾ ഇപ്പോൾ കളിക്കാൻ വേണ്ടി പോകുമ്പോൾ മുതിർന്ന കുട്ടികളുടെ കയ്യിൽ നമ്മൾ കൊടുത്തയക്കണം. വെള്ളവും കൂടുതൽ കുടിക്കണം ആ കളിക്കുന്ന സമയങ്ങളിൽ. അത് പ്രധാനമാണ്. അതുപോലെ തന്നെ അവരുടെ ആഹാര രീതിയിലും ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ ഇല്ലാത്തപ്പോൾ ഒരു ചിട്ടയായിട്ടൊന്നും കുട്ടികൾ ഭക്ഷണം കഴിക്കത്തില്ല, അവർക്ക് കളിയായിരിക്കും പ്രധാനം. അപ്പോൾ അങ്ങനെയുള്ളപ്പം അത് മാതാപിതാക്കൾ തന്നെ അത് ശ്രദ്ധിക്കണം. അവർ കൂടുതൽ ജലാംശമുള്ള പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കണം എന്നുള്ളത്. സാധാരണഗതിയിൽ കുട്ടികൾക്ക് അതിനോട് വലിയ ഇഷ്ടം തോന്നത്തില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ഒരു ശ്രദ്ധാപൂർവ്വം നമ്മൾ അത് ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അതായത് കൂടുതൽ ജലാംശമുള്ള ഭക്ഷണം, അതാണ് പ്രധാനം. അത് പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു അത് വളരെ പ്രധാനമാണ്. നമ്മൾ ഈ വെള്ളം കൊടുത്ത് വിട്ടില്ല എങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സാധാരണ ഈ മധുരപാനീയങ്ങളും പഴച്ചാറുകൾ, ഐസ്ക്രീം മുതലുള്ള സാധനങ്ങൾ പൊതുവേ ഇഷ്ടമാണ്. അപ്പം അവർ പുറത്ത് പോകുമ്പോൾ അവർ ഇത് ഒരു നിലവാരം ഉള്ളതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലെ വെള്ളമോ ജ്യൂസോ അങ്ങനെയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അത് നിലവാരം കുറഞ്ഞതാണെങ്കിൽ നമുക്കത് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ അത് പ്രശ്നം വരുത്തില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ അത് കാരണം ചിലപ്പോൾ കുട്ടികൾക്ക് ഫുഡ് പോയ്സണിങ് ഒക്കെ സമ്മർ ആയതുകൊണ്ട് സമ്മർ ഡയറിയ എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. പക്ഷേ കേരളത്തിൽ അത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഗുണനിലവാരമൊക്കെ വളരെ ഒരുമാതിരി കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഇവിടെ അധികം കാണാറില്ല. പക്ഷേ നമ്മൾ ജാഗരൂകരായിരിക്കണം. ഡോക്ടർ, ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു അവധിക്കാലത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കാരണം ഈ വെക്കേഷൻ സമയത്താണ് കൂടുതലും ഫാമിലിയായിട്ട് യാത്രകൾ പോവാറ്. കുട്ടികളെ വിനോദയാത്രകൾക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. ഇങ്ങനൊരു യാത്രാവേളകളിൽ നമ്മൾ എടുക്കേണ്ട കരുതലുകളെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഇത് ശരിക്കും പറഞ്ഞാൽ യാത്രകൾ ശരിക്കും കുട്ടികൾക്ക് വളരെ പ്രധാനമാണ് അവരുടെ ഒരു ജീവിത വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം മുൻപത്തേക്കാട്ടിലും കൂടുതൽ എല്ലാവരും ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് ഇൻസൈഡ് സ്റ്റേറ്റ് ആവാം, ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആവാം. അപ്പോൾ ഔട്ട്സൈഡ് സ്റ്റേറ്റൊക്കെ പോകുമ്പോൾ പല സ്ഥലത്തും നമ്മൾ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഡൽട്സ് മുതിർന്നവരെക്കാട്ടിലും കുട്ടികളിൽ ഈ സ്ട്രീറ്റ് ഫുഡ്, അതായത് തുറന്നു വെച്ച ഭക്ഷണങ്ങളുമൊക്കെ നമ്മൾ കഴിവതും കൊടുക്കാതിരിക്കുക. അതുപോലെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഗുണനിലവാരം ഉറപ്പുള്ള സ്ഥലത്തെ ബോട്ടിൽഡ് വാട്ടറോ അങ്ങനെയുള്ള സാധനങ്ങളെ കുടിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ തിളപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇപ്പോൾ ചായ, കാപ്പി, അങ്ങനത്തേത്, പാല്, അങ്ങനത്തേത് തിളപ്പിച്ച സാധനങ്ങളാകുമ്പോൾ അത് കുഴപ്പം വരുത്തില്ല. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. എന്ന് വെച്ചാൽ ഈ യാത്രകളിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് സമ്മർ സീസണിലുമെല്ലാം ഉള്ളത് ഈ ഭക്ഷണത്തിൽ കൂടി പകരുന്ന അണുബാധകളാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ നമ്മൾ കരുതൽ വേണം യാത്രകളിൽ പ്രത്യേകിച്ചും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂട് അമിതമാണ്. ഇപ്പോൾ നമ്മൾ ബസ്സിലോ ഒക്കെ കുറേ ദൂരം ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ചൂട് വളരെ പ്രധാനമാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ട്രാവലുകളിലൊക്കെ അതെല്ലാം
ടേക്കൺ കെയർ ഓഫ് ആണ്. ശീതീകരിച്ച സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നത് നിർജ്ജലീകരണം വരാതിരിക്കാൻ വേണ്ടി, അതായത് ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ, ഇപ്പം സമ്മറിൽ നമ്മളിപ്പോൾ ബീച്ചിൽ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഹാറ്റ് ഉപയോഗിക്കുക, തൊപ്പി ഉപയോഗിക്കുക, ഡയറക്റ്റായിട്ട് നമ്മുടെ ദേഹത്തോട്ട് സൂര്യൻ്റെ രശ്മികൾ എടുക്കാതിരിക്കാൻ വേണ്ടി. അതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രധാനമാണ് മുതിർന്നവരെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക ചേരുകയാണ് കണ്ണൂരിൽ നിന്നും സവിത. സവിത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടറല്ലേ? കുട്ടിക്ക് 1.5 മാസം എത്തി. പക്ഷെ വാറ്റിന്ന് 5 ദിവസം കൂടുമ്പാണ് വാറ്റിന്ന് പോകുന്നത്. അതെന്തുകൊണ്ടാ വാറ്റില് പോകാത്തത്? ചെറിയ 1.5 മാസമല്ലേ ഉള്ളൂ. 1.5 മാസമുള്ള കുട്ടികളിൽ അവർ അമ്മയുടെ ആ ഒരു രീതി ആയിട്ട് പാലും ഒക്കെ കുടിച്ച് വരുന്നൊരു സമയത്ത് സാധാരണ ഈ കുട്ടികളിൽ അങ്ങനത്തെ കാണാറുണ്ട്. പിന്നെ നമ്മളുള്ളത് തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോർമലാണോ എന്ന് നോക്കണം. പിന്നെ അമ്മ ഇതേപോലെ നോർമലാണ്. അപ്പോൾ അത് യൂഷ്വലി കാണാറുണ്ട്. അത് ചില കുട്ടികളുടെ ഒരു രീതിയാകാം. പിന്നെ അമ്മ കൂടുതൽ വെള്ളം കുടിക്കണം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടിയും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ സാധാരണ കാണിക്കുന്ന ഒരു ഡോക്ടറെ ഒന്ന് കാണിച്ച് അത് കുഴപ്പമില്ല എന്നൊന്ന് ഉറപ്പ് വരുത്തണം. സാധാരണഗതിയിൽ അങ്ങനെ 5 ദിവസം 7 ദിവസം വരെയൊക്കെ ഇരുന്നാലും പ്രശ്നമൊന്നും വരാറില്ല. പക്ഷേ ഒന്ന് ചെറിയ കുട്ടിയായതുകൊണ്ട് ഒന്ന് അടുത്ത് കാണിച്ചോളൂ. ഓക്കെ, പ്രേക്ഷകയ്ക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് യാത്രാവേളകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു വയസ്സ് 1.5-2 വയസ്സൊക്കെ ഉള്ള സമയത്ത് കുട്ടികളുമായിട്ട് നമ്മൾ യാത്ര പോകുമ്പോൾ കഴിവതും പുറത്തുനിന്നുള്ള ഭക്ഷണം കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുപ്പോടുകൂടി പോകാൻ എന്തൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്? അങ്ങനെ എന്തെങ്കിലും ഒരു വിശദീകരണം നൽകാൻ സാധിക്കുമോ? തീരെ ചെറിയ കുട്ടികളെയും കൊണ്ട് യാത്ര പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, നമുക്കറിയാം, മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ ഇപ്പോൾ ചെറിയ കുട്ടികൾ, ഇപ്പോൾ 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ കുറുക്കുകളൊക്കെ ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത് അപ്പോൾ. പക്ഷേ അത് സാധാരണ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് സാധാരണ കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കുറച്ച് നാളത്തേക്കെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഇപ്പോൾ ഓവർ കൗണ്ടറായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ കുട്ടികളിൽ കൊടുക്കരുത്. ബിക്കോസ് അതിൽ മധുരമാണെങ്കിലും ഉപ്പാണെങ്കിലും കൂടുതലാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഇങ്ങനെ യാത്രാ വേളകളിൽ അതിന് ഈ ഗുണനിലവാരം നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. അപ്പം അതുപോലെ അതിൽ നിന്ന് ഫുഡ് പോയ്സണിങ് ഒക്കെ വരാനുള്ള ചാൻസും കുറവാണ്. ഓൺലി തിങ് നമുക്ക് തിളപ്പിച്ച വെള്ളം മാത്രം ഈ ഇങ്ങനത്തെ കുറുക്കുകൾ ഉണ്ടാക്കുമ്പോൾ ഓവർ കൗണ്ടർ പ്രിപ്പറേഷൻസിൽ വേണ്ടി വരും. അപ്പോൾ തിളച്ച വെള്ളം നമുക്ക് സാധാരണ ഹോട്ടലിലോ എവിടെ നിന്നാണെങ്കിലും കിട്ടാനുള്ള ഫ്ലാസ്കിലൊക്കെ നമുക്ക് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബിസ്ക്കറ്റ്, ബ്രെഡ്, ജാം, തൊലിച്ച് തിന്നുന്ന പഴങ്ങൾ, അപ്പോൾ അതൊക്കെ സാധാരണ കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ഏത്തപ്പഴം അല്ലെങ്കിൽ പഴം, ഓറഞ്ച്, ആപ്പിൾ തൊലി കളഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നത് അതിന് കുഴപ്പം വരില്ല. ബിക്കോസ് നമുക്ക് കഴുകി തൊലി കളയാം. അതേസമയം ഇപ്പോൾ മുന്തിരിങ്ങ അങ്ങനത്തെ സാധനങ്ങളിൽ ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഫുഡ് പോയ്സണിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ കട്ട് ഫ്രൂട്ട്സ്, അതായത് ഓപ്പണിൽ നമുക്ക് തന്നെ അറിയാമല്ലോ, സ്ഥിരമായിട്ട് കഴിച്ച് ശീലമുള്ളവർ ഇപ്പോൾ സ്ട്രീറ്റ് ഫുഡ്, കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചാൽ ഒന്നും പറ്റില്ല. അവർക്ക് ആ രീതിയായിട്ട് പരിചയമാവും. ചെറിയ കുട്ടികളാകുമ്പോൾ അതിലേക്ക് എത്താം. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക ചേരുകയാണ് കോഴിക്കോട് നിന്നും മനില. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എൻ്റെ മകന് 14 വയസ്സായി. അപ്പൊ ഈ വേനൽ സമയത്ത് മുഖത്ത് വല്ലാത്തൊരു കുരു പൊന്തി വരിക, വേദനയോടുകൂടി. മുഖത്ത് മാത്രമാണോ, ദേഹത്ത് വേറെ തൊലിപ്പുറത്ത് വരുമോ? ഇല്ല, മൂക്കിനാണ് കൂടുതൽ വരുന്നത്. പിന്നെ മുഖത്ത് ഒന്നിടപെട്ട സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ഒരു തടിച്ചിട്ടേറ്റാ വന്ന് വേദന. സാധാരണ ഇങ്ങനെ സമ്മർ ടൈമിൽ കാണുന്ന വേറൊരു പ്രധാന പ്രശ്നം തൊലിപ്പുറത്ത് കാണുന്ന ഈ കുമിളകളും വേർപ്പ് കുരു പോലെയുള്ളതും, പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ഇതുപോലെ വേദനയോട് കൂടിയും കുരുക്കൾ വരാം. എന്നുവെച്ചാൽ നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ തന്നെ കൂടുതലായിട്ട് വേർപ്പ് ഉണ്ടാകുകയും പിന്നെ നമ്മുടെ ഈ ചെറിയ ഡക്ട്സൊക്കെ ബ്ലോക്ക് ആവുകയും ചെയ്യും. അപ്പോൾ അതിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും, പ്രത്യേകിച്ച് കുറച്ച് 14 വയസ്സുള്ള കുട്ടിയല്ലേ, അപ്പോൾ ഈ മുഖക്കുരുവിൻ്റെയൊക്കെ ഒരു സമയമാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനം മുഖം 2-3 പ്രാവശ്യം പ്ലെയിൻ വാട്ടർ, വെറും വെള്ളത്തിൽ തന്നെ കഴുകുക, തണുത്ത വെള്ളത്തിൽ കഴുകുക. പിന്നെ അടിക്കടി ഇതുപോലെ മൂക്കിലും മുഖത്ത് കുരു വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചില ഇൻഫെക്ഷൻ മാറാതെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും. ചെറിയ നിസ്സാരമായിട്ടുള്ള ചില ആൻറ്റിബയോട്ടിക് ഉപയോഗത്തിൽ കൂടി അത് മാറും.
പക്ഷേ അങ്ങനെ സ്ഥിരമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിക്കണം. ഓക്കെ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഈ വേനൽക്കാലത്ത് ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റൊരു പ്രശ്നമാണ് യൂറിനറി ഇൻഫെക്ഷൻ. പ്രത്യേകിച്ചും കുട്ടികളിൽ അവർക്കത് പറഞ്ഞു തരാനുള്ളൊരു സാധ്യത ഉണ്ടാകത്തില്ല. പക്ഷേ ഈ യൂറിനറി ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അതിൻ്റെ ഒരു സങ്കീർണതകൾ എത്രത്തോളമാണെന്നൊന്ന് വിശദമാക്കാമോ? നമുക്കറിയാം, നമ്മൾ കൂടുതലായിട്ട് വേർക്കുമ്പോൾ നാച്ചുറലി നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറയുകയും കൂടി ചെയ്താൽ മൂത്രത്തിൻ്റെ അളവ് കുറയുകയും അത് തന്നെ ഒരു കാരണമാണ് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാൻ വേണ്ടിയിട്ട്. മുതിർന്നവർക്ക് നമുക്കതിൻ്റെ സിംറ്റംസ് വളരെ കഠിനമാണ്. മൂത്രം ഒഴിക്കുമ്പോൾ കഠിനമായ വേദന, മൂത്രം പോകുമ്പോൾ എരിച്ചിൽ പോലെ അങ്ങനെയൊക്കെ. പക്ഷെ കുട്ടികൾക്ക് അത് ചിലപ്പോൾ തീരെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അത് അങ്ങനെ ഒരു ലക്ഷണം അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റത്തുമില്ല. ചിലപ്പോൾ പനിയായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം, പിന്നെ ഒരു ഊർജ്ജസ്വലത ഇല്ലാതിരിക്കുക. അപ്പോൾ അങ്ങനത്തെ യൂറിനറി ഇൻഫെക്ഷൻ വളരെ സീരിയസ് ആയിട്ട് വളരെ ചെറിയ കുട്ടികളിൽ, ഉദാഹരണത്തിന് 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെ വരാം. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് നിർബന്ധം കാണിക്കുക, പനി, അങ്ങനത്തെ കാര്യങ്ങളെ ചൂടായിട്ട് വരും, അത് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഈ ഇതുപോലെ സിംറ്റം കാണത്തില്ല. പക്ഷേ അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണോ, എന്താണ്, നമ്മൾ വെള്ളം കുടിക്കുന്നത് എത്രയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചോദിക്കണം. പിന്നെ യൂഷ്വലി ഇത് കുട്ടികൾ സ്കൂളിൽ പോകുമ്പം കുട്ടികൾ യൂറിൻ പാസ് ചെയ്യത്തില്ല, പല കാരണങ്ങളുമുണ്ട്. അവർക്ക് മടി, കളിക്കാൻ പോകണം, അങ്ങനത്തേത്. പക്ഷെ അങ്ങനത്തെ ഒരു ഇത് വീടുകളിലിരിക്കുമ്പോൾ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ പറയേണ്ടത് കൂടുതൽ വെള്ളം കുടിക്കുകയും 2-3 മണിക്കൂർ കൂടുമ്പോൾ നിർബന്ധമായിട്ടും ടോയ്ലറ്റിൽ പോവുകയും ചെയ്യണം എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇതുപോലെ ചൂടോ ക്ഷീണം അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ഇങ്ങനത്തെ ഒരു ലക്ഷണങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട് ഡോക്ടർമാർ, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ. ഓക്കെ ഡോക്ടർ, നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷക ചേരുകയാണ്. നെയ്യാറ്റിൻകരയിൽ നിന്നും അശ്വതി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഞാൻ വിളിച്ചത് മോന് ഇപ്പോ ജലദോഷമുണ്ട്, 2 ദിവസം കൊണ്ട് 7 മാസമായി. ഹലോ. ഓക്കെ. ഇപ്പൊ 2 ദിവസം കൊണ്ട് ജലദോഷമുണ്ട്. അപ്പോഴേ ഞാൻ ഈ ചൂടായതുകൊണ്ട് ഈ ഫ്രൂട്ട്സിന്റെ ജ്യൂസ് കൊടുക്കുമായിരുന്നു. 7 മാസമാണോ കുഞ്ഞിന് പ്രായം? 7 മാസം. അപ്പൊ ഈ പൊമിഗ്രാനറ്റും അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ജലദോഷം ആയതുകൊണ്ട് ഇന്നൊന്നും കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാമോ ഈ കുഞ്ഞിന്? ഒരുപാടൊന്നും അല്ല, പക്ഷെ എന്നാലും കൊടുക്കുമായിരുന്നു. ഓക്കെ, അതങ്ങനെ ചോദിച്ചതിൽ നന്ദി. ഇതിപ്പോൾ 7 മാസമുള്ള കുഞ്ഞല്ലേ, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ജലദോഷം വരാൻ പല കാരണങ്ങളും ഉണ്ട്. ചിലപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ജലദോഷം ഈ സമയത്ത് വന്ന് കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് വരാം. പിന്നെ ഉള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചോദിച്ചതുപോലെ ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുമ്പോൾ തണുപ്പാണ്, അങ്ങനെ ഒരു സംശയം നമുക്ക് വരാം. എനിക്ക് തോന്നുന്നു ഈ 7 മാസമുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അധികം ഇതുപോലെ പൊമിഗ്രാനൈറ്റ് ജ്യൂസ് മുതലായ കാര്യങ്ങൾ കൊടുക്കാൻ നമ്മൾ പറയുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ പിന്നെ അത് കുറുക്കുകളൊക്കെ കഴിച്ച് തുടങ്ങുന്ന ഒരു പ്രായമാണ്. ഇച്ചിരി കൂടെ മുതിർന്ന ഒരു കുഞ്ഞ് 8 മാസം 9 മാസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സ് ഈ ജ്യൂസ് അല്ലാതെ തന്നെ നമ്മൾ അതിനെ വേവിച്ചുടച്ചോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എനിക്ക് തോന്നുന്നു തണുപ്പ് കാരണം എന്നൊരു കൺസെപ്റ്റ് വേണം തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ജലദോഷം ഒക്കെ വരാറുണ്ട് ഈ സമ്മർ ടൈമിൽ. ആക്ച്വലി ചിലപ്പോൾ ചെറിയ വൈറൽ പനികളൊക്കെ വരാം, നമുക്ക് ആരുടെത്തെങ്കിലും എന്നൊക്കെ ഒന്ന് കിട്ടുന്നതായിരിക്കും. അത് യൂഷ്വലി പ്രശ്നമില്ലാതെ പോകും. പക്ഷേ അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, വേറെ അപകട സൂചനകളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. അതായത് കുട്ടികൾ പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം അത് കൊടുക്കുന്നത് നിർത്തി, അത് നല്ല കാര്യം. സാധാരണ അമ്മയുടെ പാലും സാധാരണ കൊടുക്കുന്ന കുറുക്കുമൊക്കെ കഴിക്കട്ടെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ബുദ്ധിമുട്ടുകൾ, അതായത് ഇപ്പോൾ ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെ യാതൊരു അപകട സൂചനകളും ഇല്ലെങ്കിൽ അത് 2 ദിവസം കൊണ്ട് തന്നെ മാറും. ചൂടുണ്ടെങ്കിൽ മാത്രം ചൂടിൻ്റെ മരുന്ന് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കൊടുക്കുക. ഡോക്ടർ, ഈ വേനൽക്കാലത്ത് പലപ്പോഴും ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വൈറൽ പനികളാണ്. അതിനോടൊപ്പം തന്നെ ഈ പൊടിയടിച്ചിട്ടുള്ള അലർജികളും ആസ്മയും തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം കണ്ടുവരാറുണ്ട്. ഈ ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും? സാധാരണ കുട്ടികളെ സംബന്ധിച്ചോളം ഇപ്പോൾ സ്കൂള് അവധി ആയതുകൊണ്ട് അങ്ങനെ സ്കൂളിൽ വെച്ച് കാണുന്ന പകർച്ച പനികളൊന്നും ഇപ്പോൾ കാണാറില്ല. പക്ഷേ എങ്കിലും അപൂർവമായിട്ട് ചില ചൂട് കാണാറുണ്ട്, മൂക്കൊലിപ്പ് അങ്ങനെയുള്ളത് കാണാറുണ്ട്. പക്ഷെ അതെല്ലാം സ്വതവേ അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, തനിയെ തന്നെ അത് മാറുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും അപകട സൂചനകളുണ്ടോ എന്ന് മാത്രം മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ടത്. പിന്നെയുള്ളത് ചൂട് അമിതമായി കൂടുമ്പോൾ പൊടിപടലങ്ങൾ വരികയും
അന്തരീക്ഷത്തിലെ പൊടിമടലങ്ങൾ കൂടുമ്പോൾ ഈ പിന്നെ ശ്വാസമുട്ടൽ, അതായത് ആസ്മ, അതിനൊരു ടെൻഡൻസി ഉള്ളവർക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് അലർജിക് റൈനൈറ്റിസ്, അതായത് മൂക്കൊലിപ്പ്, അതായത് ഈ പൊടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അലർജിയുടെ ഭാഗമായിട്ട് വരാം. അതുപോലെ തന്നെയാണ് ചെങ്കണ്ണ്, കഞ്ചങ്ടിവൈറ്റിസ്, ഇതെല്ലാം ഒരു അലർജിയുടെ മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് വരാം. അതുപോലെ സ്കിന്നിൽ തൊലിപ്പുറത്ത് ചൊറിച്ചിൽ. അപ്പോൾ അങ്ങനെ അലർജിയുടെ പല വിധത്തിലുള്ള ലക്ഷണങ്ങൾ ഇങ്ങനെ ചൂട് കൂടുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ നമുക്ക് പൊടി ഒക്കെ അടിക്കണം എന്നോ അടിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പോകേണ്ടി വരുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് മാസ്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻസ് കുട്ടികളാണെങ്കിലും നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കോവിഡൊക്കെ കഴിഞ്ഞതുകൊണ്ട് മിക്കവാറും എല്ലാവർക്കും ഇതൊക്കെ നന്നായിട്ട് അറിയാം, കുട്ടികൾക്ക് പോലും അറിയാം. അപ്പോൾ ഞങ്ങളുടെ ഒ പിയിലൊക്കെ വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ചിലർ മാസ്കൊക്കെ വെച്ചുകൊണ്ടാണ് വരുന്നത്, പൊടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുട്ടികൾക്ക് നല്ല അവയർനെസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പൊടി അടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഈ ആസ്മ പോലെയുള്ള ആൾക്കാർ വളരെ കൃത്യമായിട്ട് അവർക്ക് മരുന്നുകൾ, അതായത് സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ നൽകിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഉപയോഗിക്കുകയും അത് വീഴ്ച വരുത്താതെ ഉപയോഗിക്കണം. അതുപോലെ അതിൻ്റെ എന്തെങ്കിലും ഒരു സൂചനകൾ, അറ്റാക്കിൻ്റെ സൂചനകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യണം. അത് നിർബന്ധമാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ ഡോക്ടർ. പിന്നെ ഡോക്ടർ. ഹലോ. ഹലോ. ടിവിയുടെ ശബ്ദം കുറച്ച് വെച്ചിട്ട് ചോദിക്കൂ. ഹലോ. ടിവിയിൽ ശ്രദ്ധിക്കാതെ ശബ്ദം കുറച്ച് വെച്ച് ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. ഹലോ. കേൾക്കാം. ഹലോ ഡോക്ടർ. ഹലോ. കേൾക്കാം, താങ്കൾ ചോദിച്ചോളൂ. ഡോക്ടർ. പിന്നെ ഹലോ. ടിവിയിൽ ശ്രദ്ധിക്കാതെ ചോദിക്കൂ. കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് ത്വക്ക് രോഗങ്ങളെ കുറിച്ച് കൂടിയായിരുന്നു. കാരണം കണ്ണ്, ചെങ്കണ്ണ് തുടങ്ങിയ പ്രശ്നങ്ങൾ പോലെ തന്നെ ഈ വേനൽക്കാലത്ത് ത്വക്ക് രോഗങ്ങളും കണ്ടുവരാറുണ്ട്. അതിൽ തന്നെ മറ്റൊരു പ്രശ്നം ചിക്കൻ ബോക്സ് പോലുള്ള പ്രശ്നങ്ങൾ വേനൽക്കാലത്ത് കണ്ടുവരാറുണ്ട്. ഇത്തരത്തിലുള്ള അസുഖങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് എത്രത്തോളം ഗുരുതരമാകാം എന്നതിനെ കുറിച്ച് കൂടി ഒന്ന് വ്യക്തമാക്കാമോ? ഇപ്പോൾ മൈനറായിട്ടുള്ള, ഇപ്പോൾ തൊലിപ്പുറത്തുള്ള നേരത്തെ പറഞ്ഞ പോലെയുള്ള ചൂട്, കുരു, അതൊക്കെ സാധാരണ കാണുന്നതാണ്. പക്ഷേ ഈ പലതരത്തിലുള്ള പൊങ്ങം പനികൾ, ഇപ്പോൾ 5-ാം പനിയാണെങ്കിലും അഥവാ മീസിൽസ്, ചിക്കൻ ബോക്സ്, ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ സമ്മർ സീസണിൽ പൊതുവേ കാണാറുണ്ട്. ഇപ്പോൾ പക്ഷേ മിക്കവാറും പല ആൾക്കാരും ഇതിനൊക്കെ എതിരെ വാക്സിൻ എടുത്തിട്ടുള്ളവരാണ്. പക്ഷേ കുട്ടികളിൽ പൊതുവേ ഈ ചിക്കൻ ബോക്സ് നിരുപദ്രവകാരികളാണ്, ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ. പക്ഷേ മുതിർന്നവർ, പ്രത്യേകിച്ച് വീട്ടിൽ ഏതെങ്കിലും ഇമ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയബറ്റിക് അങ്ങനെയൊക്കെ ഉള്ളവരിൽ, അഡൽട്സിൽ ഇതുപോലെയുള്ള ഈ അസുഖം വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് വരികയാണെങ്കിൽ വരാതിരിക്കാൻ വേണ്ടി പ്രതിരോധ കുത്തിവയ്പ്പുകളുണ്ട്. ഇല്ല, വരികയാണെങ്കിൽ അവരെ ഐസൊലേറ്റ് ചെയ്യണം, അതായത് അവരെ മാറ്റി മുറിയിൽ തന്നെ പാർപ്പിക്കുകയും പിന്നെ അങ്ങനെ ഇപ്പോൾ ചിക്കൻ ബോക്സിനൊക്കെ എതിരെ നമ്മൾ ഫലപ്രദമായ ആൻറ്റിവൈറൽ ഡ്രഗ്സ് ഉണ്ട്. അതൊരു 5 ദിവസമൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിന് കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ പോകും. ഈ ചിക്കൻ ബോക്സിൽ കാണുന്ന ഒരു ഗുരുതരമായ കോംപ്ലിക്കേഷൻ ന്യൂമോണിയ ആണ്. പിന്നെ അതുപോലെ പുറത്ത് വരുന്ന കുമിളകളിൽ ഇൻഫെക്ഷൻ വരിക, ഇതൊക്കെയാണ് സാധാരണ കാണുന്ന കോംപ്ലിക്കേഷൻസ്. കുട്ടികളിൽ മുതിർന്നവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിക്കൻ ബോക്സിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറവാണ്. ഓക്കെ ഡോക്ടർ, നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷക ചേരുകയാണ്. മുണ്ടക്കയത്ത് നിന്നും അനീഷ. ഡോക്ടറോട് ചോദിച്ചോളൂ. അനീഷ കേൾക്കുന്നുണ്ടോ? ഡോക്ടറോട് ചോദിക്കാം. കേൾക്കുന്നുണ്ട്. ചോദിച്ചോളൂ. ഹലോ. 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 ചോദിച്ചോളൂ. കേൾക്കാം. ചോദിച്ചോളൂ. ചോദിച്ചോളൂ. 3 വയസ്സുള്ള കൊച്ചായിരുന്നേ, അതൊക്കെ ഭയങ്കര ചൊറിച്ചിലാണ് എപ്പോഴും ദേഹത്തെ. എവിടെയാണ് ചൊറിയുന്നത്? സ്കിന്നില്? ദേഹം മുഴുവനും അവക്ക് വേർത്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങ് ചൊറിച്ചിലാണ്. അത് ഒത്തിരി വേർക്കുന്ന ആളാണോ? വേർക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടി 2 നേരം മേല് കഴുകുന്നുണ്ട്. മേല് കഴിക്കുക, എപ്പോഴും മേല് കഴുകരുത്. രാവിലെ പിന്നെ കുളിക്കുക, ഒരു നേരം കുളിക്കുക, ഒരു നേരം മേല് കഴിയാൽ മതി. അതുപോലെയുള്ള സോപ്പ് മാറി മാറി ഉപയോഗിക്കരുത്. കൊച്ചുകുട്ടികൾക്ക് സോപ്പ് സ്ഥിരമായിട്ട് പ്രശ്നമില്ലാത്ത ഒരു സോപ്പേ ഉപയോഗിക്കാവുള്ളൂ. കുട്ടികൾക്ക് ഇഷ്ടമാണ് മാറി മാറി സോപ്പ് ഉപയോഗിക്കാൻ, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക.
പിന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് ചൊറിച്ചിലുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ തോതിലുള്ള ഇൻഫെക്ഷൻസ് എന്തെങ്കിലും കാണാം. അപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് നമുക്കത് പരിശോധിക്കുമ്പോൾ അറിയാം തൊലിപ്പുറത്ത് ഏത് ഭാഗത്താണെന്ന്. മനസ്സിലായോ? വിരലിലാണോ, അത് കൈയുടെ നഖത്തിൻ്റെ അടിയിലാണോ, അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ചില പ്രത്യേക ക്രീം അല്ലെങ്കിൽ ഓയിൻമെൻറ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ മാറും. പക്ഷേ അത് നമ്മൾ ശ്രദ്ധയാപൂർവ്വം നോക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്തുള്ള ഡോക്ടറെ ഒന്ന് കുഞ്ഞിനെ കാണിക്കണം. സാധാരണഗതിയിൽ വേർപ്പ് വരുമ്പോൾ ഇങ്ങനെ വരുന്ന ചൊറിച്ചിൽ വേർക്കാതിരിക്കുമ്പോൾ അത് കുറയണം. മനസ്സിലായില്ലേ? അപ്പോൾ അല്ലാത്ത ഒരു ചൊറിച്ചിലാണെങ്കിൽ അത് ഒന്ന് നോക്കണം. കുട്ടിയുടെ ദേഹത്തെ തൊലിപ്പുറത്ത് എന്തെങ്കിലും അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഡോക്ടർ, നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് വീഴ്ചകളുടെ കാലം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുട്ടികളെല്ലാവരും പുറത്ത് കളിക്കുകയും മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോവുകയും അത് വീഴുകയും മുറിവ് പറ്റുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ കൊടുക്കേണ്ട പ്രഥമ ശുശ്രൂഷകളെ കുറിച്ച് മറ്റും ഒന്ന് വിശദമാക്കാമോ? ഇത് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ ഔട്ട്ഡോറിൽ പുറത്ത് കളിക്കുന്നതാണ് കുട്ടികൾക്ക് ഇഷ്ടം. അത് എപ്പോഴും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ മുതിർന്ന കുട്ടികളുടെ ഒരു മേൽനോട്ടത്തിൽ കുട്ടികൾ കളിക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ വീഴ്ചകളൊക്കെ സാധാരണയാണ്. ഇപ്പോൾ കുട്ടികളിപ്പോൾ ഒരേ പ്രായക്കാർ തമ്മിൽ കളിക്കുമ്പോൾ ഓടിക്കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇടിച്ചാലും ഒന്നും വലിയ ആഘാതം രണ്ട് കൂട്ടർക്കും ഉണ്ടാവത്തില്ല. പക്ഷേ ഇപ്പോൾ ചെറിയ കുട്ടിയും മുതിർന്ന കുട്ടിയും കൂടെ അല്ലെങ്കിൽ ഇപ്പം മുകളിൽ പൊക്കമുള്ള ഏതെങ്കിലും ഇപ്പം മരത്തിലോ അല്ലെങ്കിൽ മതിലിലോ ഒക്കെ കയറിയിട്ട് കുട്ടികൾ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീഴ്ചകൾ കുറച്ച് പ്രശ്നങ്ങൾ വരാം. ഇപ്പോൾ സാധാരണഗതിയിൽ മുറിവുകൾ, പിന്നെ തൊലി പൊട്ടുക, പിന്നെ രക്തം അവിടുന്ന് വരിക, പിന്നെ വീഴ്ചകൾ കാരണം ചതവ്, പിന്നെ അപൂർവമായിട്ട് കുട്ടികൾ വീണാൽ എല്ലുകൾ പൊട്ടും, ഫ്രാക്ചർ വരാറുണ്ട്. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ മരത്തിൻ്റെ മുകളിലൊക്കെ കുട്ടികൾ, എനിക്ക് തോന്നുന്നു പഴയ കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുട്ടികൾ അതൊക്കെ കയറുന്നത് കുറച്ച് സൂക്ഷിച്ചാണെന്ന് തോന്നുന്നു കുട്ടികളൊക്കെ പൊതുവേ. അപ്പോൾ അങ്ങനത്തെ പൊക്കത്തു നിന്ന് താഴോട്ട് വീഴുമ്പോൾ ഇപ്പോൾ അങ്ങനെ വീഴ്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം മുറിവുകൾ ചെറിയതായിരിക്കാം വലുതായിരിക്കാം. പക്ഷേ കുട്ടികളുടെ അടുത്ത് മുറിവ് വന്നാൽ അതെങ്ങനെ വന്നു, മോളിൽ കയറിയിട്ടാണ്, ഇത്ര പൊക്കത്തിൽ നിന്നാണ് ഞാൻ വീണതെന്ന് പറയാൻ അവരുടെ അടുത്ത് പറയണം. അതായത് അല്ലാതെ ചെറിയ വീഴ്ചയാണ്, തെന്നി വീണതാണ്, എന്താണെങ്കിലും അവർ സത്യസന്ധമായിട്ട് മാതാപിതാക്കളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഉടനെ തന്നെ അത് പറയുകയും വേണം. ഉദാഹരണത്തിന് ഇപ്പോൾ മുറിവെന്ന് പറഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും കടിച്ചതാണോ എന്നൊക്കെ ഉള്ള സംശയം അതാദ്യം നമ്മൾ അത് ആരും സൂപ്പർവൈസ് ചെയ്യാതെ, അത് ആരും കണ്ടിട്ടില്ല എങ്കിൽ ഇപ്പോൾ തേനീച്ചയാണെങ്കിലും അത് കുത്തിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് കുട്ടികളുടെ അടുത്ത് തന്നെ പറയണം, എന്താ സംഭവിച്ചത്, വീണതാണോ, എവിടുന്ന് വീണതാണ്, എന്തെങ്കിലും കടിച്ചോ എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ കുട്ടികൾ പേടിച്ചിട്ട് പറയില്ല. ഇപ്പോൾ അപ്പുറത്തെ പറമ്പിൽ കളിക്കല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളവിടെ ചിലപ്പം ബോളൊക്കെ പോയാൽ പോവും. അപ്പോൾ അത് പറയുകയും അതെന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനം. കുട്ടികൾ അത് പറയണം. മുറിവുകൾ വന്നാലും എല്ലാം ഓടി വന്ന് വീട്ടിൽ പറയുകയും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള ഇത് ചെയ്യാമല്ലോ. കൃത്യമായ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണെന്നല്ലേ? സത്യം അവർ പറയണം. പേടിച്ചിട്ട് കുട്ടികൾ ചിലപ്പോൾ പറയാറില്ല, അതാണ് ഒരു പ്രശ്നം. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്, നബിൽ. നബിൽ, ഡോക്ടറോട് ചോദിച്ചോളൂ. നബിൽ കേൾക്കുന്നുണ്ടോ? ഡോക്ടറോട് ചോദിക്കാം. കോള് കട്ടായും തോന്നുന്നു. ഡോക്ടർ, പലപ്പോഴും നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഹലോ ഡോക്ടറിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന പുറത്തു നിന്ന് യാത്രയിലും മറ്റും പോകുമ്പോൾ കൊടുക്കുന്ന ഭക്ഷണം, വെള്ളം, ആ ഒരു സമയത്ത് ഭക്ഷ്യവിഷബാധ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്ന്. അപ്പം നമുക്ക് സാധാരണക്കാർക്ക് ആ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? ഒരു പാക്കറ്റ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കണം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അല്ല, നമ്മൾ സാധാരണ നമുക്കറിയാമല്ലോ, ഇപ്പം പാലാണെങ്കിൽ നമ്മൾ മിൽമയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അല്ലാതെ നമുക്ക് വേറെ പാല് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിലോട്ട് പോകത്തില്ലല്ലോ. അപ്പം ഇപ്പോൾ അമൂലാണെങ്കിലും മിൽമ, അങ്ങനത്തെ നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പിന്നെ അത് ഉപയോഗിക്കുക, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പാക്ഡ് വാട്ടർ ആണെങ്കിൽ ഇപ്പം അഗ്മാർക്കോ അങ്ങനെ എന്തെങ്കിലും മാർക്കുകളുള്ളത്, അതായത് നിലവാരം ഉറപ്പുവരുത്തുന്നത്, അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെയുള്ളത് ഏറ്റവും പ്രധാനം തുറസായ സ്ഥലങ്ങളിൽ വെച്ചേക്കുന്ന ഭക്ഷണം. അത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. സാധാരണ അതാണ് ഈ കുട്ടികൾക്ക് പറ്റുന്നത്. ഇപ്പം വളരെ പിന്നെ അത് കാണുമ്പോൾ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴാണ് അത് പ്രത്യേകിച്ച് പ്രധാനം തണുത്ത ആഹാരം, അതാണ് പ്രധാനം. പഴച്ചാറുകൾ അല്ലെങ്കിൽ ഈ മിൽക്ക് പ്രോഡക്ട്സ്, ഐസ്ക്രീം പോലെയുള്ളത്, അത് പിന്നെ തുറസായ സ്ഥലങ്ങളിൽ നമുക്കത് കാണുമ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ മേളകളിലോ എല്ലാം പോകുമ്പം
അവിടുത്തെ ഒരു റെഫ്രിജറേഷനും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പം മുതിർന്നവരുണ്ടെങ്കിൽ യൂഷ്വലി കുട്ടികൾ അത് നമ്മൾ എന്താ പറയുക തടസ്സപ്പെടുത്തും. പക്ഷേ കുട്ടികൾ തന്നെ ഇപ്പം നാട്ടുമ്പുറങ്ങളിലൊക്കെ മേളകളൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടെ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും കൂടെ കുട്ടികൾ കൂട്ടം കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും അവർ ഒരു ഉല്ലാസം ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ അത് പറഞ്ഞു വെക്കണം. ഇപ്പോൾ ഒരു അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ആശുപത്രിയിലൊക്കെ വന്നാൽ ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കും, അറിയാമല്ലോ ഇതെന്തുകൊണ്ടാണ്. അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറയും അതുകൊണ്ടായിരിക്കും അങ്ങനെ. അപ്പോൾ അത് കുട്ടികളെ അത് നമ്മൾ അവബോധം വളർത്തുന്നതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് കുട്ടികളുടെ ഡോക്ടർക്ക് കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഏറ്റവും പ്രധാനം ഇത് വളരെ സന്തോഷമുള്ളൊരു കാലമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. അതുപോലെ അവധിക്കാലം പുത്തൻ ഉണർവോടെ അടുത്ത വർഷത്തെ അധ്യയനത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പുത്തൻ ഉണർവ് എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി പിന്നെ ഈ അവധിക്കാലം ആഘോഷിക്കുക. അവരുടെ പാഠ്യേതര മികവുകളെല്ലാം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കുക. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. ഓക്കെ ഡോക്ടർ, ആരോഗ്യത്തോടെ ഈ വേനൽക്കാലം അവർക്ക് ആഘോഷിക്കാൻ സാധിക്കട്ടെ അല്ലേ. നമ്മുടെ ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഡോക്ടർ വളരെയധികം നന്ദി. നമ്മളോടൊപ്പം ഇന്ന് ഹലോ ഡോക്ടറിൽ ഉണ്ടായിരുന്നത് പത്തനംതിട്ട കോന്നി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ എസ് ഗീതയാണ്. ഡോക്ടർ, താങ്കളുടെ വിലപ്പെട്ട സമയത്തിന് ഒരായിരം നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.